നമസ്കാരം എല്ലാവർക്കും ഒരു പതിവ് വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വിശകലന വീഡിയോ അനിവാര്യമാണ്. ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും ഈ ഒരു ഘട്ടത്തിൽ സ്വന്തം വീട്ടിലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. അത്രയധികം സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയും ഇന്നലെ ഇലക്ഷൻ റിസൾട്ടിനെ നോക്കിക്കണ്ടത്. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഈ ഒരു സമയം വരെ ആകാംക്ഷയാണ്. ഓരോ വാർത്ത വരുന്ന സമയത്തും മാധ്യമങ്ങൾ ഓരോ വിശകലനങ്ങൾ നൽകുന്ന സമയത്ത് പ്രതീക്ഷ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. NDA അവരുടെ പതിവ് ആത്മവിശ്വാസ മുഖംമൂടി എടുത്തണിഞ്ഞ് സർക്കാർ രൂപീകരണത്തെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആത്മവിശ്വാസം ഈ ഒരു ഘട്ടത്തിലും തകർന്നടിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലും മാധ്യമങ്ങളിൽ കൂടെ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലൈൻ. മോദിക്ക് പഴയ ആ ഒരു പവറൊന്നും ഇന്നലെ കണ്ടില്ല. നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് മോദി പ്രഭാവം. മോഡിയുടെ ഗ്യാരണ്ടിയിൽ ആളുകൾക്ക് അത്രയധികം ഉറപ്പില്ല. മോഡിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്ത ഒരേ ഒരു നേതാവ് സുരേഷ് ജി ആണോ എന്ന് പോലും ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് കണ്ട സമയത്ത് ഞാൻ ആലോചിച്ചു. മോഡിയുടെ ഇലക്ഷൻ വിജയത്തിന് പോലും സുരേഷ് ജിയുടെ ആ ഒരു ഇലക്ഷൻ വിജയത്തിന്റെ പ്രഭയുടെ ഏഴയിലെത്താനായിട്ട് പറ്റിയില്ല. ഇന്ന് ഇന്ത്യ മുന്നണിയും അതേപോലെ തന്നെ NDAയും ഒക്കെ അവരുടെ വലിയ ചർച്ചകൾ ഈ ഒരു സമയത്ത് നടത്തുന്ന സമയത്ത് പ്രതീക്ഷ ഇപ്പോഴും ഒരു ജനാധിപത്യ വിശ്വാസിക്കുണ്ട്. പല രീതിയിൽ ആളുകൾ അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ രസകരമാണ്. ഇന്ത്യ മുന്നണി ഏത് വിധേനയും എന്ത് റിസ്ക്കും എടുത്ത് അധികാരത്തിലേക്ക് വരണമെന്ന് ഒരു കൂട്ടം ആളുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് അത്രയധികം റിസ്കുകൾ എടുത്ത് ഇന്ത്യ മുന്നണി ഇപ്പോൾ വരേണ്ട ഒരാവശ്യമില്ല. NDA സഖ്യത്തിന് ഒരവസരവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇല്ലാണ്ടായി പോയിക്കോളും. മോദിയുടെ ആ ഒരു പ്രഭ കുറഞ്ഞത് തന്നെ അതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. മോദിയുടെ ഒരു തകർച്ചയായിട്ടാണ് ഇലക്ഷൻ റിസൾട്ട് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. സുരേന്ദ്രൻജിയൊക്കെ ഒരിക്കൽ പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് ഈ ഒരു ഘട്ടത്തിൽ പ്രചരിക്കുന്നുണ്ട്. കേരളത്തിൽ അവരുദ്ദേശിച്ച ആ ഒരു വർഗീയ ധ്രുവീകരണം നടന്നില്ല. അതുകൊണ്ട് തന്നെ അവരുദ്ദേശിച്ച ഒരു വിജയത്തിലേക്ക് അവർക്ക് എത്താനായിട്ട് പറ്റിയില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു വിജയം BJPയിൽ പ്രതീക്ഷ അർപ്പിച്ച ആളുകളുടെ വോട്ടാണ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. അതൊരു ശക്തമായിട്ടുള്ള PR ക്യാമ്പയിന്റെ ബലമാണ്. അതിലൊരു ഭൂരിപക്ഷം വോട്ടുകളും സുരേഷ് ഗോപി എന്ന മനുഷ്യനെ കണ്ടിട്ടാണ് ഒരു വിഭാഗം ആളുകൾ വോട്ട് ചെയ്തത് എന്നുള്ളത് ഉറപ്പാണ്. അതിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ വോട്ടൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതിനെ കുറിച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ചിട്ട് ഇപ്പോഴുള്ള ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് 4 ആയി തിരിച്ചു പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 10 വർഷത്തെ BJP ഭരണത്തിന് ഇടയിൽ ആളുകൾക്ക് പലപ്പോഴും പ്രതീക്ഷ നശിച്ചിരുന്നു. ഇനി കോൺഗ്രസ് തിരിച്ചു വരുമോ? ഇനി ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ നമുക്ക് രൂപീകരിക്കാനായിട്ട് പറ്റുമോ? ആളുകൾക്ക് ഈ ഒരു ആകുലത ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഗോഡി മീഡിയ ആണ്. ജനങ്ങളുടെ ആ ഒരു വിരുദ്ധ വികാരം പലപ്പോഴും മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ സ്കാറ്റേഡ് ആയിട്ട് കിടന്ന ആളുകളുടെ എല്ലാം ആ ഒരു ആകുലതകൾ മാറാൻ തക്ക തരത്തിലേക്കുള്ള പ്രതീക്ഷകൾ കൊടുക്കാനായിട്ട് കോൺഗ്രസിനോ അതേപോലെ തന്നെ BJPക്ക് എതിരായിട്ട് നിൽക്കുന്ന NDA സഖ്യത്തിന് എതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്കോ പറ്റിയില്ല. രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ BJP വളരെ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന സമയത്ത് ചില ഏരിയകളിൽ നിന്നല്ലാതെ അവരുടെ ആ ഒരു ആത്മവിശ്വാസത്തിന് മങ്ങലേറ്റിട്ടുണ്ട് എന്ന് ആരും പറഞ്ഞില്ല. അതിന് പ്രചാരം കിട്ടിയില്ല. രാമക്ഷേത്രം BJPയുടെ ഒരു തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുൾഡോസർ വെച്ച് അവർ രാമക്ഷേത്രം തകർക്കാൻ സാധ്യതയുണ്ട് എന്ന് വരെ വിശ്വഗുരു പ്രസംഗത്തിൽ അടിച്ചു വിട്ടു. എന്നാൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം BJPയെ തുണച്ചില്ല. പ്രാണപ്രതിഷ്ഠയും രാമക്ഷേത്രവും ഒന്നും അയോധ്യ നിവാസികൾക്ക് BJPയിൽ വിശ്വാസം ജനിപ്പിക്കാനായിട്ടുള്ള ഒരു വഴിയും തുറന്നിട്ടില്ല. അയോധ്യ നിവാസികളുടെ ചില പ്രതികരണങ്ങൾ, അവരുടെ പ്രതിഷേധങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ കണ്ടതാണ്. അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്നത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാണെന്നും അയോധ്യ നിവാസികൾക്ക് അതുവഴി യാതൊരുവിധ ഗുണമില്ലെന്നും അത് പുറത്തെ ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നുള്ളതും പ്രാദേശികവാസികൾ പറയുന്നത് നമ്മൾ പല മാധ്യമങ്ങളിലും കണ്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. 400 സീറ്റ് ഉണ്ടെങ്കിൽ ഭരണഘടന തിരുത്താൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ലല്ലു സിംഗ് പങ്കുവച്ചിരുന്നു. ഈ ഒരു വിശകലനത്തിൽ രണ്ടാമതായിട്ട് ഞാൻ നോക്കിക്കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കോടികൾ വാരി എറിഞ്ഞ BJPയുടെ ഒരു നടപടിയെ കുറിച്ചിട്ടാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കോടികൾ BJPക്ക് കിട്ടിയതായിട്ടുള്ള വാർത്തകൾ വരുന്ന ഒരു ഘട്ടത്തിലും അവർ കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലും യാതൊരുവിധ മടിയും ഇല്ലാതാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. കോൺഗ്രസ് പാർട്ടി ഏറ്റവും കഷ്ടകരമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ഒരു ഇലക്ഷൻ ആയിരുന്നു ഇത്. ഈ ഒരു ഘട്ടത്തിലൊക്കെ ഇന്ത്യ മുന്നണിയെ തുണച്ചത് ശരിക്കും ജനാധിപത്യ വിശ്വാസികളുടെ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ്. ഈ ഒരു ഘട്ടത്തിലേക്ക് ധ്രുവ് റാഡി എന്ന വൺമാൻ ആർമിയെ കുറിച്ചിട്ട് പറയാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. BJP കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴിപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ, അവരുടെ പല ക്രൂക്ഡ് ആയിട്ടുള്ള തന്ത്രങ്ങളും മെനയുന്ന ആ ഒരു ഘട്ടത്തിൽ അതിനെ ഓരോന്നായി പൊളിച്ചടിക്ക് മുന്നോട്ടേക്ക് പോയ ഒരു കറക്റ്റ് ക്യാമ്പയിൻ മോഡലായിരുന്നു ധ്രുവ് റാഡിയുടേത്. കോൺഗ്രസിനെ കൊണ്ട് ഇത്ര കാലമായിട്ട് പറ്റാത്ത ഒരു കാര്യം, ഇന്ത്യ മുന്നണിയിലെ പല പ്രബലർക്കും പറ്റാത്ത ഒരു കാര്യം 1-2 മാസങ്ങൾ കൊണ്ട് ധ്രുവ് റാഡി ഈസി ആയിട്ട് അച്ചീവ് ചെയ്തു. ആ ഒരു ഫാക്ടറിനെ നമുക്കിവിടെ പറയാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല.
അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ കോൺഗ്രസിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണ്, അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ ആന്റി നാഷണൽ ആണ് എന്ന് വരെ BJP വലിയ രീതിയിൽ പ്രചാരം കൊടുത്തു. ഇതെല്ലാം ശക്തമായിട്ട് ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ BJPക്ക് എതിരെയുള്ള ഒരു തരംഗമുണ്ടാക്കി. ആകെ മൊത്തത്തിൽ ഒരു മോഡി ഫിയർ, അതിൻ്റെ കൂടെ ഏകാധിപത്യ ഭരണത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ള ഒരു സൂചനയും. അതാണ് ഇലക്ഷൻ റിസൾട്ടിൽ BJPക്ക് ഏറ്റ കനത്ത തിരിച്ചടി. ഇന്ത്യൻ ജനാധിപത്യം വളരെ പ്രതീക്ഷയോടെ തിരിച്ചുവരവ് നടത്തിയ ഈ ഒരു ഘട്ടത്തിൽ മൂന്നാമതായി ഈ ഒരു വിശകലനത്തിൽ ഞാൻ പറയുന്ന ഒരു പേരുണ്ട്, രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവ്, ജനപ്രിയനായിട്ടുള്ള നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലാണ് പ്രചരണ പരിപാടികളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രാഹുൽ ഗാന്ധി എടുത്ത ഒരു എഫേർട്ടിനെ കുറിച്ചിട്ട് ഒരു വീഡിയോയിലൊന്നും പറഞ്ഞു തീർക്കാനായിട്ട് പറ്റത്തില്ല. ഇന്ത്യയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഓരോ പ്രദേശങ്ങളിലും നേരിട്ടെത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു പ്രവർത്തന രീതിയായിരുന്നു രാഹുൽ ഗാന്ധിയുടേത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കാണിക്കാൻ വേണ്ടി മോഡി ചെയ്തതുപോലെ ക്യാമറമാന്മാരുടെ അകമ്പടിയോടെ ആളുകളെ അകറ്റി നിർത്തിയിട്ടുള്ള ഒരു രീതിയിലായിരുന്നില്ല. അദ്ദേഹം ഇന്ത്യ അറിയാൻ വേണ്ടിയാണ് ഇറങ്ങിയത്, അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയാണ് ഇറങ്ങിയത്, ജനാധിപത്യത്തിന് വേണ്ടിയാണ് ഇറങ്ങിയത്. ഈ അധികാരത്തിന്റെ ഏകാധിപതി മനോഭാവത്തിന്റെ യാതൊരുവിധ ലാഞ്ചനകളും ഇല്ലാതെ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷയോടെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഇങ്ങേരെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൽ തുടങ്ങി അവസാനം സെൽഫി ബൂത്തിലേക്ക് വരെ എത്തി നിൽക്കുന്ന സമയത്ത് മോഡിയെ ഒട്ടിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി, ആ ഒരു രംഗത്ത് പണം ചെലവഴിക്കുന്ന ഒരു പരിപാടി BJPക്ക് ഹെവി നഷ്ടമായിരുന്നു. അവരുടെ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഒട്ടും ഏറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതേപോലെ കോടികൾ മുടക്കിയിട്ടുള്ള സെൽഫി ബൂത്തുകൾ വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികൾ BJPക്ക് ഉള്ളിൽ തന്നെ വിമർശനങ്ങൾക്ക് വിധേയമായത് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു മോഡി വിരുദ്ധ വികാരമൊക്കെ അവർക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മോഡിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഒരു ഭൂരിപക്ഷത്തെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഞാൻ മോഡിയുടെ ഭൂരിപക്ഷവും സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷവും ഒക്കെ ഏകദേശം ഒരേ തരത്തിൽ നോക്കിക്കാണുന്ന ഒരാളാണ്. ഒരാൾ പ്രധാനമന്ത്രി ആയിരുന്ന ഒരാളാണ് സുരേഷ് ജി. കേരളത്തിൽ BJPയെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യത്തിൽ 70,000-ലധികം വോട്ടുകൾ നേടി വിജയിച്ച ഒരു വ്യക്തിയാണ്. 3,90,30 വോട്ടുകളോടെയാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വിജയിച്ചത്. മോഡിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1,52,000 ചില്ലറയിൽ ഒതുങ്ങി. ഈ മോഡിയുടെ ഗ്യാരണ്ടി പ്രചരണ രീതി, BJPയുടെ ആ ഒരു മോഡി ഫ്ലെക്സോട്ടിക്കൽ പരിപാടി, ഇതെല്ലാം തകർന്നടിയുന്ന കാഴ്ചകളാണ് കണ്ടത്. ഇനി കേരളത്തിൽ LDF തകർന്ന് അടിഞ്ഞതിനെ കുറിച്ചിട്ടും സുരേഷ് ഗോപിയിലൂടെ ഒരു അക്കൗണ്ട് BJP തുറന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടതുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയാൻ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ കാര്യം കൂടെ നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. മണിപ്പൂര് ഒരു പ്രചരണ ആയുധമായിട്ട് തൃശ്ശൂരിൽ വന്നു എന്നുണ്ടെങ്കിലും മണിപ്പൂര് ഈ ഒരു ക്രൈസ്തവ ന്യൂനപക്ഷം അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അവരങ്ങ് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയി, അവർ ഗസയിലേക്ക് പോയി. അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത്, ആ ഒരു പ്രീണനത്തിൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കുറച്ചധികം വോട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ ഈ LDFന്റെ കനത്ത തോൽവി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു സംഗതിയുണ്ട്. ഭരണവിരുദ്ധ വികാരമൊക്കെ അവിടെ ഇരിക്കട്ടെ, നവകേരള സദസ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് വെറുപ്പ് അവർ സമ്പാദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അങ്ങോട്ട് നടത്തിയത്. അപ്പോഴത്തേന് പൂർത്തിയായി. ജനകീയ സർക്കാരായി മാറാൻ പറ്റിയില്ല. ജനദ്രോഹപരമായിട്ടുള്ള പല നടപടികളും ആഭ്യന്തര വകുപ്പിൽ നിന്നൊക്കെ വന്നതായിട്ടുള്ള വലിയ പ്രചാരണങ്ങൾ ഉണ്ടായി. ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ, അതേപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ കൊലപാതകം, നവകേരള സദസ്സിലെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒരു തിരിച്ചടിക്ക് കാരണം തന്നെയാണ്. എന്നാൽ ഇവിടെ ഏറ്റവും സീരിയസ് ആയിട്ട് ജനാധിപത്യ വിശ്വാസികൾ ചിന്തിച്ചത് ചിലപ്പോൾ കോൺഗ്രസ് ഇല്ലാതായാലുള്ള പ്രശ്നത്തെക്കുറിച്ചായിരിക്കാം. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടും BJPയുടെ പ്ലാൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ പല മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വിട്ടിരുന്നു. ജനങ്ങൾ പല ആൾക്കാരും കോൺഗ്രസിനെ രക്ഷിക്കണം എന്നുള്ള ഒരു ദൗത്യം കൊണ്ടും വോട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഈ ഒരു വിശകലനം അവസാനിപ്പിക്കുന്ന സമയത്ത് നിലവിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപ് വരെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ BJP മൂന്നാം തവണയും അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇത്തവണ അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് കഠിനമായിട്ടുള്ള രീതിയിൽ ആശ്രയിക്കേണ്ടി വരും. പഴയ ആ ഒരു അമിത്ഷാ മോഡിജി പ്രഭാവമൊന്നും ഇനി വെച്ച് പുലർത്താനായിട്ട് ഇവരാരാണോ ആശ്രയിക്കുന്നത് അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നിലവില് മാധ്യമങ്ങൾ കിങ് മേക്കേഴ്സ് എന്ന് വാഴ്ത്തുന്ന ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും
ആശ്രയിച്ച് അവരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഒരു സർക്കാർ രൂപീകരിക്കുക എന്ന് പറയുന്നത് പഴയ ആ ഒരു മോഡി പ്രഭാവത്തിന് യോജിച്ച ഒരു സംഗതിയല്ല. അതൊരു തോൽവി സമ്മതിക്കൽ തന്നെയാണ്. ഇനി ആ ഒരു മോഡി തരംഗം പഴയതുപോലെ വിറ്റഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മോഡിയുടെ ഒരു പൊളിറ്റിക്കൽ കരിയറിലെ വലിയ ഡൗൺ ആണ്. ഇവിടെ നിന്ന് ഇനി അദ്ദേഹം കയറി വരണമെന്നുണ്ടെങ്കിൽ പണ്ട് ഗുജറാത്തിൽ കാണിച്ച എന്തെങ്കിലും തരവഴിത്തരം കാണിക്കേണ്ടി വരും. അത് മറ്റൊരു പേടിയാണ്. BJP മൂന്നാമതായിട്ടും അധികാരത്തിലേക്ക് എത്തിയാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ട് എന്നുള്ളത് ഓരോ ജനാധിപത്യ വിശ്വാസിക്കും ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. വ്യക്തി അധിക്ഷേപം കൊണ്ട് മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം BJP നേതാക്കൾക്ക് ഏതു വലിയ വിശ്വഗുരുവിനും പറ്റുന്ന ഒരു സംഗതിയല്ല. അദ്ദേഹത്തിന്റെ വാക്കുകളെ കാതോർത്ത് ഇരിക്കേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ മോഡിയുമായിട്ട് ഒരു സംവാദത്തിന് രാഹുൽ ഗാന്ധി തയ്യാറെടുത്ത സമയത്ത് വിശ്വഗുരു അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങി. ഇനി രാഹുൽ ഗാന്ധിയുടെ ശക്തമായിട്ടുള്ള വാക്കുകൾക്ക് മറുപടി പറയേണ്ടി വരും ഭരണത്തിലേക്ക് എത്തിയാലും. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഇതേപോലെയുള്ളൊരു ആധികാരിക വിജയം നേടിയ നേതാവ് രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൽ മാത്രമേ നമുക്കിത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. 2024 ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും വലിയ ഒരു അപ്പാണ്. ഇതൊരു തുടക്കമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ജൈത്ര യാത്രയുടെ തുടക്കമാണ്. ഈ ഒരു കാലഘട്ടം വരെ ഒന്നും തെളിയിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ പല പ്രമുഖ നേതാക്കളും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ ആം ആദ്മി പാർട്ടിയും അതേപോലെ തന്നെ ഇടത് പാർട്ടികളും ഒക്കെ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചേ മതിയാകൂ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തോട് അടുത്തുള്ള പരാജയം ഒരു അധികാര നഷ്ടമായിട്ട് നോക്കിക്കാണേണ്ട ആവശ്യമില്ല. മതേതര ഇന്ത്യയുടെ ആത്മവിശ്വാസം തിരിച്ചു പിടിച്ച ഒരു വിജയം തന്നെയാണത്. ന്യൂനപക്ഷങ്ങൾക്കും പ്രതീക്ഷയുണ്ട് ഇന്ത്യയിൽ എന്നുള്ളതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. നന്ദി.